മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദര. എത്രയോ സംഭവങ്ങൾ ഇതില്ലേ ബദർ യുദ്ധ ചരിത്രം, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ അവതരിപ്പിച്ച ഒരു കാലം. നമ്മൾ ഇതിന്റെയൊക്കെ ഇപ്പൊ ഉരത്തിയ മൗലൂബ ഉശിരങ്ങള് യാ ഹബീബ ഉദിമങ്കും താപ താപ യാ റസൂലല്ലാഹ്. പ്രവാചക പ്രണയത്തിന്റെ അപൂർവമായ സന്ദർഭങ്ങളാണ്. സവാദെന്ന സഹാബി പുണ്യ നബിതങ്ങളോട് നിങ്ങൾ അണിയൊപ്പിച്ചപ്പോൾ ആ വടി കൊണ്ട് ഇവിടെ തട്ടിയപ്പോൾ എൻ്റെ ഉദരം വേദനിച്ചിരുന്ന് പറയുമ്പോൾ പകരം ചോദിക്കുന്ന സന്ദർഭമൊക്കെ, അതൊക്കെ ഞാനിവിടെ വിശദീകരിച്ചാൽ പണ്ടൊക്കെ 30 ദിവസം കൊണ്ടൊക്കെയാണ് ബദർ ശരിയാ, നമ്മുടെ വിഷയം പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ ബദർ പടപ്പാട്ട് എഴുതി, ഉഹദ് പടപ്പാട്ട്, സലീഖത്ത്, സലാസീല്, ഒട്ടകത്തിന്റെയും മാനിന്റെയും കഥ, കിളത്തിമാല, മൂലപുരാണം, മലപ്പുറം പടപ്പാട്ട്, ഹിജ്റ ഒക്കെ അദ്ദേഹം എഴുതി. 15ഓളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വൈദ്യരുടെ സമകാലികരായ ഒരുപാട് കവികളുണ്ടായിരുന്നു. ചേറ്റുവായി പരീക്കുട്ടി, ഫുത്തുഹുഷാം എഴുതിയ ചേറ്റുവായി പരീക്കുട്ടി, ഫത്തുഹുൽ ബഹനസ് എഴുതിയ കാലിയാരകത്ത് കുഞ്ഞാവ, നിങ്ങൾ അതിനുശേഷം വന്ന നിങ്ങളുടെ താനൂർ മച്ചിങ്ങലകത്ത് മുഹിദ്ദീൻ കുട്ടി സാഹിബിന്റെ മക്കം ഫത്തഹ്, എത്രയോ കൃതികള്, മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദിന്റെ കർബല, വടക്കിനിയുടെ തഹമ്മദ് കുട്ടി മുല്ലയുടെ ഹൈബർ, മാളിയേക്കലകത്ത് കുഞ്ഞഹമ്മദിന്റെ ഹുനൈൻ പടപ്പാട്ട്, ഇതൊക്കെ അക്കാലത്ത് എഴുതിയ പാട്ടുകളാണ്. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ആഘോഷിച്ചു പാട്ട്. ചരിത്രം പറഞ്ഞു ജനങ്ങൾക്കിടയിൽ. അവര് ദീനി ഉത്ബോധനത്തിനും ചരിത്രം പഠനത്തിന്റെയും ഭാഗമായും ഇവിടെയുള്ള മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അല്ലാതെയൊക്കെ ഇതിന്റെ പാടിപ്പറയലുണ്ടായി. ഇത് അങ്ങനെയുള്ളൊരു തലത്തിൽ മാത്രം ഇതിൻ്റെ ഒരു സന്ദേശം ഒതുങ്ങിയില്ല. ആ കാലഘട്ടത്തിൽ ഇവിടെ ബ്രിട്ടീഷുകാരുടെ വലിയ അതിക്രമം നടക്കുന്ന സന്ദർഭമാണ്. തുടക്ക കാലഘട്ടത്തിൽ വൈദ്യർ 5ാമത്തെ വയസ്സിൽ 1ാം സ്വാതന്ത്ര്യ സമരം ഇവിടെ ഉണ്ട്, 857 ഇവിടെ ഉണ്ട്. പക്ഷെ സമരത്തെക്കുറിച്ച് ഒരു പാട്ടും അദ്ദേഹം എഴുതിയിട്ടില്ല. പക്ഷേ അതല്ലാതെ തന്നെ സമരത്തിലേക്ക് ആളുകളെ നയിക്കാൻ ബദറും ഉഹദും ഒക്കെ എഴുതി അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അത് മഹാന്മാരുടെ ഒരു സവിശേഷതയാണ്. അങ്ങനെ ഒരുപാട് കൃതികൾ 1800 മാപ്പിളമാരുടെ ഒരു പാട്ടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് 1857 മുമ്പ് 1847 വേങ്ങരക്കടുത്ത് ചേറൂരിൽ നടന്ന ചേറൂർ സംഭവമുണ്ട്. അതിനെ അധികരിച്ച് പാട്ടെഴുതി. കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ എന്ന ജന്മിയും നാട്ടുകാരും തമ്മിലുള്ള സമരം ബ്രിട്ടീഷുകാർ ജന്മിയെ സഹായിച്ചു. അതിന്റെ ഭാഗമായി വരെ സമരം ഉണ്ടായി. അതിനെ അധികരിച്ച് പാട്ടെഴുതി 847 നിരോധിച്ചു. 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 10 വർഷം മുമ്പ് ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട ഒരു കാവ്യം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചെറൂർ പടപ്പാട്ടാവാം. ഈ ചെറുപ്പക്കാരായ നിങ്ങളാണ് അത് അന്വേഷിച്ച് കണ്ടുപിടുത്തേണ്ടത്. മമ്പുറം തങ്ങളുടെയും വാരിയംകുന്നത്ത് കുഞ്ഞാമദ് ആജിയുടെയും സമകാലികനായിരുന്ന, ഞങ്ങളെയൊക്കെ കിഴക്കൻ പ്രദേശത്ത് ചെറുവാടി, കൊടിയത്തൂര്, മലയമ്മ പോലെയുള്ള പ്രദേശങ്ങളിലെ കാലിയായിരുന്ന ഈ ഒരു അബൂബക്കർ മുസ്ലിയാരുടെ ചരിത്രം ഈ അടുത്ത കാലത്ത് പുറത്തു വന്നു. മോയിൻ ഹുദവി മലയമ്മ അതിനെക്കുറിച്ച് എഴുതി. പാലക്കാന്തൊടിക അബൂബക്കർ മുസ്ലിയാർ, അതൊരു പുതിയ ചരിത്ര പുരുഷന്റെ ചരിത്രം. നമ്മൾ പുതിയ ആളല്ല, നമ്മളത് കണ്ടെത്തുകയായിരുന്നു. അതുപോലെ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് പുതിയ തലമുറയാണ്. ഞാൻ പറഞ്ഞത് മോയിൻകുട്ടി വൈദ്യരുടെ മുമ്പ് തന്നെ നമ്മൾ പാട്ടുമായി ജനങ്ങളിടയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ്. വൈദ്യർക്ക് ശേഷം മലയാള സാഹിത്യവും മാനക മലയാളമൊക്കെ ഇവിടെ വന്നു. എല്ലാവരും മലയാളം പഠിക്കാൻ തുടങ്ങി. ഈ അറബി മലയാളം പഠിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. അതിവിടെ ഇംഗ്ലീഷിനുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ഇവിടെ മാലിക് ദീനാറും സംഘവും മതപ്രബോധനം നടത്തിയ കാലഘട്ടത്തിൽ ജാതിയുടെ ഉച്ചനീചിത്വം വലിയ തോതിലുണ്ടായിരുന്ന കാലമാണ്. കേരളത്തിലെ ഒരു മന്ത്രിക്ക് പോലും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ദുരനുഭവമുണ്ടായി. ആ കാലഘട്ടത്തിൽ വീട്ടിൽ കയറാവുന്നവർ, മുറ്റത്ത് നിൽക്കേണ്ടവർ, കിലോമീറ്റർ അപ്പുറം നിൽക്കേണ്ടവർ, പ്രിയപ്പെട്ട ചിന്തകനും ഒരു വലിയ ഗവേഷകനുമായിരുന്ന ഡോക്ടർ കുഞ്ഞാമണി അടുത്ത് മരിച്ചുപോയി. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ലേ, നിലത്ത് കുടികുത്തി അതിൽ കഞ്ഞി ഒഴിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയുള്ള ജാതിയുടെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഭാഷ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. സംസ്കൃതവും മലയാളമൊക്കെ ഈ ഒരു ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം പഠിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പ്രാർത്ഥിക്കാനുള്ള വഴിയെക്കുറിച്ച് സമരം നടന്ന ആളാണ് നമ്മുടെ കേരളം. സാംസ്കാരിക കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ, സാക്ഷര കേരളത്തിൽ. എന്നാൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരുപോലെ മുമ്പിൽ നിൽക്കാൻ, ആദ്യം വരുന്നവർ മുമ്പിൽ നിൽക്കാം
എല്ലാവർക്കും ഒരുപോലെ സമാനതകൾ, എല്ലാവർക്കും ഒരുപോലെ പരിഗണനകൾ ലഭിക്കുന്ന ഒരു തത്വസംഹിത ഇവിടെ വന്നപ്പം അവരും ഇതിനോട് ചേർന്ന് നിന്നു. ഖുർആൻ പഠിക്കൽ നമുക്ക് നിർബന്ധമായതുകൊണ്ട് മലയാളം അറബി മലയാളം അതിലൂടെ അവർ ഉണ്ടാക്കിയെടുത്തു. എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി. അതുകൊണ്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ ഇറങ്ങുന്ന കാലത്ത് അറബി മലയാളത്തിൽ ചാർ ദർവേശ് എന്ന ഒരു നോവലുണ്ടായി. അതിൻ്റെ 7 വർഷം മുമ്പ് കൊണ്ടോട്ടിയിലെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ അതിൻ്റെ ആ ലൈബ്രറിയിൽ അതിൻ്റെ കോപ്പിയുണ്ട്. അപ്പോൾ വൈദ്യരുടെയും സമകാലികരുടെയും കാലശേഷം നമ്മൾ സാധാരണ മലയാളത്തിൽ പാട്ടുകൾ എഴുതുന്നു. അപ്പോഴും നമുക്ക് ജീവിതമാണ് പാട്ടെന്ന് പറയുന്നത്. ഇതൊരു തമാശയായ കാര്യമൊന്നുമല്ല. ജീവിതത്തോടാണ് ഇത് സംവദിച്ചത്. മനുഷ്യൻ്റെ ദുഃഖങ്ങളും മനുഷ്യൻ്റെ സന്തോഷവും വിരഹവും എത്ര മനോഹരമായിട്ടാണ് ഇത് ആവിഷ്കരിച്ചത്. ഭക്തി, പ്രവാചക പ്രകീർത്തനം. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു പാട്ടിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇതൊരു വലിയ സംഗതിയായിട്ട് പറയല്ല. ഒരു 10-15 വർഷം മുമ്പ് ദുർബലമായ വികാരങ്ങളെ ആവിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ അല്പനിമിഷം നമുക്ക് ഒരാസ്വാദനം നൽകുന്ന ചില പാട്ടൊക്കെ 5 മിനിറ്റേ നൽകുന്നു. പാട്ട് കേൾക്കുമ്പോൾ ഒരു തരിപ്പൊക്കെ ഉണ്ടാവും. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പാട്ട് ഇറങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത്, ആശങ്കയുള്ള കാലത്ത്, ഞാനൊക്കെ ഈ മേഖലയിൽ സജീവമാകുമ്പോൾ ആളുകളൊക്കെ എന്നോട് സംസാരിക്കും പാട്ടിനെ കുറിച്ച്. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെ ഒരു സമൂഹം ഇങ്ങനെ പാട്ടിനെ സ്നേഹിക്കുന്നത്? വേറെ ഏതെങ്കിലും ഒരു പാട്ട് ശാഖക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ ചലച്ചിത്രഗാന മേഖല, ലളിതഗാന മേഖല, രാത്രി 1:30 മണിക്കൊക്കെ ഫോൺ ചെയ്തിട്ട് ആ പാട്ട് ആരും എഴുതിയാവുന്ന അത് ബന്ധായി പറഞ്ഞാൽ ആരെയും വിളിക്കാറുണ്ട്. എന്നെ ഒരുപാട് ആളെ വിളിക്കുന്നുണ്ടായിരുന്നു. അത് ഞാനൊരു വ്യക്തിയായിട്ടൊന്നുമല്ല, ഈ പാട്ടിനോട് ഇഷ്ടം കൊണ്ടാണ്. ഞാനെന്ന വ്യക്തിയാണെന്ന് ഞാൻ വിചാരിച്ചാൽ അതോടെ കഥ കഴിഞ്ഞു. അങ്ങനെ വിചാരിക്കുന്നതാണ് നമ്മുടെ ഇടയിൽ ചില ആളുകൾക്കുള്ള പ്രശ്നം. ഇതൊക്കെ മാപ്പിളപ്പാട്ടിനുള്ള ഇഷ്ടം കൊണ്ടാണ്. രാത്രി 1:30 മണിക്കൊക്കെ ഗൾഫിൽ നിന്ന് ആൾ വിളിച്ചിട്ട് ഈ പാട്ട് ആരും എഴുതിയിരുന്നു. ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യന്മാരിങ്ങനെ ഉറക്കത്തും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പാട്ടുകൾ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് അവർ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു പ്രസക്തി നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. മനോഹരമായ, ഞാൻ പറഞ്ഞല്ലോ, ജീവിതം തന്നെ പാട്ടിലാക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയും വേണമെങ്കിൽ വിചാരിക്കുക നിങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സാധാരണ മലയാളത്തിലുള്ള പാട്ടുകൾ. UK അബൂ സഹല എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മോട് പറഞ്ഞത്. പാട്ട് ഈ വരികൾ കൊണ്ട് സമ്പന്നമാകുന്നത് ചിലപ്പോൾ ഈണവും വരികളും ചേർന്ന് നിൽക്കുമ്പോൾ വേറൊരു തലത്തിലേക്ക് അത് വരും. ഇപ്പം മിന്നിത്തിളങ്ങും മിന്നാമീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്നു വികൃതി കളിക്കും താരങ്ങൾ, മണ്ണിനു മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ, തന്നിൽ കെടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ, കണ്ണുകളൊന്നു വിഹായസിൽ വിരിമാറത്തേക്ക് തിരിക്കണം. ഈ ആകാശത്ത് കല്യാണപ്പന്തൽ പോലൊക്കെ വിധാനിച്ചത് ആരാണ്? എത്ര മനോഹരമായി. വട്ടം കറങ്ങുന്ന ഗോളങ്ങൾ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട പാട്ടാ. ഈ അടുത്ത കാലത്ത് അത് യൂട്യൂബിൽ ആരോ പാടി കേട്ടു. വട്ടം കറങ്ങുന്ന ഗോളങ്ങൾ, വിണ്ണിൽ വെട്ടിത്തിളങ്ങുന്ന താരങ്ങൾ, മണ്ണിൽ വെട്ടം ചൊരിയുന്ന ദീപങ്ങൾ. റഹീം മൗലവി എഴുതിയ പാട്ടാ. ഹമീദ് ഷർവാനി പാടിയിട്ട് പണ്ട്. പൊട്ടിത്തകേരാതെ മുട്ടിപ്പിളേരാതെ സൃഷ്ടിച്ചതീ മണ്ണിലാരാണ്? ഈ 4 വരിയിൽ വലിയ കാര്യങ്ങൾ. പാടും മയിലും കുയിലുണ്ട്, കാട്ടിലോടിക്കളിക്കുന്ന മാനുണ്ട്, വൈരുദ്ധ്യ ഭാവങ്ങൾ വൈവിധ്യ വർണ്ണങ്ങൾ സൃഷ്ടിച്ചതീ മണ്ണിലാരാണ്? അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ കൊണ്ടു നടന്നു. നമസ്കാര വിരിപ്പിൽ മുഖമാമർത്തി നടുങ്ങുന്നു കരയുന്നു കൽബുണർത്തി, ഇടനെഞ്ച് തുടി കൊട്ടി പാടി പാടി ഇതുവരെ ഇവിടെ നാം എന്തു നേടി. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെ കുറിച്ച് പറയാണ്. പലരെല്ലാം ഇതുവഴി
വന്നു പോയി, പകലിരവുകൾ മാറി എന്തുണ്ടായി, കാര്യങ്ങൾ പഠിപ്പിച്ചോരെല്ലാം പോയി, കാരക്കത്തൈകൾക്ക് വളങ്ങളായി. ഇവിടെ ആരും ശാശ്വതമായി ജീവിച്ചിട്ടില്ല, അവരൊക്കെ മരിച്ചുപോയി എന്ന് നമ്മോട് പറയണം. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര പേരെ പടച്ച തമ്പുരാൻ ഇവിടെ നമുക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ നിലനിർത്തുമായിരുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് അതിനൊരു വളരെ ക്ഷണികമാണെന്ന് പറയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് പാട്ട്. പ്രാർത്ഥനകൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ചില പാട്ടുകളുടെ ഭാവം, വെളിയിൽ ഫസീലത്തേക്ക് നമുക്ക് പാടുന്ന പാട്ടുകൾ, ഞാൻ ഇപ്പം എനിക്ക് മുത്ത് മുഹമ്മദിൻ്റെ മതിക്കൊത്ത പൂ മുഖം കാണിക്ക്, ചരാചരങ്ങൾ അഖിലം നിന്റെ. എത്ര മനോഹരമായിട്ടാണ്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പതിവായി ഞാൻ ദുആയിരന്ന്, മറിമായത്തിൻ്റെ ദുനിയാവ് കണ്ടിട്ട് മറിയാതിരിക്കാൻ കനിവ് നീട്ട്, റബ്ബേ മരണനേരത്ത് സുബർക്കം കാട്ട്. ഭാഷ അറിയാത്തവന് പോലും ഇതൊരു തേട്ടമായി തോന്നും. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ടായിട്ടുണ്ട്. ഭക്തി എന്ന് പറയുന്നതിൻ്റെ ആവേശം മൊത്തത്തിലായുസ്